ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൂന്നാം ഓണമാണ്, അതായത് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും മൂന്നാം ഓണം നമ്മൾ ആഘോഷിക്കുന്നത് അമ്മാമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ രാവിലെ റെഡിയായിട്ട് അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അതായത് നമ്മൾ മുന്നേ താമസിച്ചത് ഒരു 10 വർഷത്തിന് മുന്നേ നമ്മൾ താമസിക്കുന്നത് അമ്മാമ്മയുടെ വീടിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ആ ഒരു റോഡിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോഡൊക്കെ ഞാൻ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ആട്ടോ ഓർമ്മ വന്നത്. അതായത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ കുഞ്ഞിലെ മുതൽ ഞങ്ങൾ ക്ലാസ്സിന് പോകുന്നതും വരുന്നതും ഒക്കെ ഈ ഒരു റോഡ് വഴിയൊക്കെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരു കാലം. അങ്ങനെ പിന്നെ നാട്ടെ ഞങ്ങൾ നേരെ അമ്മാമ്മയുടെ വീടെത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടാണ് ഓണം. എല്ലാ വർഷവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാ വർഷവും നമുക്ക് ഇവിടെ തന്നെയാണ് മൂന്നാം ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ ഈ വർഷത്തെ മെയിൻ മിസ്സിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി, സരിത കുഞ്ഞമ്മയൊന്നുമില്ല. അതായത് എൻ്റെ കുഞ്ഞമ്മയും ഫാമിലി, നമ്മുടെ ശ്രുതി ആരുമില്ല കേട്ടോ. അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു ഈ വർഷം. സാധാരണ എല്ലാ ഓണത്തിനും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കൂടാറുള്ളത്. അപ്പോൾ ഈ ഒരു വർഷം അവരാരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമവും ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അമ്മാമ്മയും നമ്മുടെ ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ ആശിക്കുട്ടൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ട്. ആശിക്കുട്ടനെ മെയിനായിട്ട് എല്ലാവർക്കും പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആശിക്കുട്ടനെ എടുത്ത് പറഞ്ഞത്. അങ്ങനെ നല്ല സദ്യ കഴിക്കാനായിട്ടിരുന്നു. പിന്നെ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പലയിടത്തും പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ടി വിയിൽ പാട്ടിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു വോയിസിൻ്റെ അകത്ത് കൊടുക്കാത്തത്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു. അച്ഛനും ആരോമലും നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വേറെയും പോകാനുണ്ടായിരുന്നു, അതായത് വേറെ ഇടത്തും ഇതുപോലെ ഓണസദ്യക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സദ്യ ഇത്രയും ഉണ്ടാക്കിയത് നമ്മുടെ ആശാൻ്റെയാണ്, അതായത് മാമൻ്റെ വൈഫാണ്. അപ്പോൾ ആശാൻ്റെയും അമ്മാമ്മയും കൂടി ചേർന്നിട്ടായിരുന്നു കുക്കിംഗ് ഒക്കെ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഓണസദ്യയൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അന്നേരം അല്ല, നമ്മളൊരു വൈകുന്നേരമൊക്കെ ആവാറായപ്പോഴത്തേക്കാണ് ഇറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്കത്തെ വ്ളോഗൊന്നും എടുത്തില്ല, കാരണം കുറേ സമയം സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു കിടപ്പായിരുന്നു കേട്ടോ. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മാമ്മ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടിയൊക്കെ മുറിച്ച് തരാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മുടെ സരിത കുഞ്ഞമ്മ എറണാകുളത്ത് നിന്ന് വീഡിയോ കോൾ ചെയ്യുകയാണ്. അതാണ് അമ്മയായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വരുമ്പോഴത്തേക്കൊക്കെ അമ്മാമ്മ ഇതുപോലെ നമുക്ക് ചെടിയൊക്കെ പിച്ച് തരാറുണ്ട്. അല്ലെങ്കിൽ അമ്മാമ്മ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും തയ്യൊക്കെ ഇതുപോലെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അമ്മാമ്മയ്ക്ക് ഇതുപോലെ ചെടി നടുന്നതും വളർത്തുന്നതൊക്കെ രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പോൾ അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി വളർത്തുന്നതൊക്കെ. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും ചെടിയുടെയൊക്കെ ഫുൾ ഡ്യൂട്ടി അമ്മയ്ക്കാണ്. അമ്മ തന്നെയാണ് ചെടി നടുന്നതും. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും അമ്മ ഇതുപോലെ ഒരുപാട് ചെടിയൊക്കെ മേടിക്കാറുണ്ട്. അതുപോലെ നട്ട് വളർത്തുന്നതെല്ലാം അമ്മയുടെ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ അപ്പോഴേ ആ ഒരു ഇത് അമ്മാമ്മയ്ക്കും ഉണ്ട്. അപ്പോഴമ്മാമ്മയിൽ നിന്നാകണം അമ്മയ്ക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പലതരം പൂക്കളുണ്ട്, പക്ഷെ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ ഓരോന്ന് ഓടി നടന്ന് വീഡിയോ എടുത്തതാണ്. സിനിമാറ്റിക്കില് നല്ല ക്ലാരിറ്റി ആണ്. നമ്മുടെ വീട്ടിലുണ്ട് ഈ ചെടി, കൊറേ ഇതുണ്ടല്ലേ. അതിന്റെ വലുതാ, അത് ചെറുതാ മോനെ. നിക്കേ, ഞാൻ ചെടികളിലൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ. വേണ്ടേ അല്ലേ, ഒന്നും വേണ്ടേ? ഈ മുളക് അതിനൊക്കെ കൊടുത്ത് വിട്ടാൽ അത് ഇവൻ കയറി കഴിഞ്ഞാണ്ട് വെച്ചു. ഇന്നിപ്പോ ഇപ്പം മേളിലായി കടന്നു പോകണം. അങ്ങനെ അമ്മയ്ക്ക് ആവശ്യം വേണ്ടിയിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അപ്പൂപ്പനും അമ്മാമ്മയ്ക്കും എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ പിന്നെ ഈ വർഷത്തെ അമ്മാമ്മയുടെ വീട്ടിൽ ഓണമൊക്കെ ആഘോഷിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സമയം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടു കൊടുത്ത ചെടിയൊക്കെ ആശിക്കുട്ടനെടുത്ത് ഡിക്കിയിലേക്ക് വെക്കുവാണ്. ആശിയുടെ ചെരുപ്പ് വെച്ചേക്കുന്നുണ്ടോ?
കേറാ എനിക്കത് കാണാനോ. അപ്പൊ നമുക്ക് പോവാം. ടാറ്റാ. വീട്ടിൽ പോവാം. ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ അമ്മാമ്മയുടെ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാണ്. അങ്ങനെ ചെടിയെല്ലാം എടുത്തു വെച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുവാണ്. ആശിക്കുട്ടിൻ്റെ അച്ഛനും അമ്മയും നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ആശിൻ്റെ അമ്മയ്ക്ക് വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചിയും പ്രശാന്തങ്ങളും കുക്കും ഒക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വൈകുന്നേരമാണ് അവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറയല്ലോ, തിരിച്ച് ഞങ്ങൾ വേറൊരു റോഡ് വഴിയാണ് വന്നത്. അതായത് മൈലക്കാട് എന്ന് പറയും ഈ ഒരു സ്ഥലത്തെ. അതുവഴിയാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടൈമൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം ഞാൻ ഈ പോണ വഴിയൊക്കെ പണ്ട് ഇതുപോലെ സ്കൂൾ വിട്ടും ട്യൂഷൻ വിട്ടൊക്കെ ഞങ്ങൾ വരുന്ന വഴിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ ട്യൂഷൻ സെൻറ്റർ. എനിക്ക് തോന്നുന്നു, അതായത് ആ കാണുന്നില്ലേ ആ വണ്ടി വരുന്ന ഭാഗമില്ലേ, അതിന് തൊട്ടടുത്തായിട്ടാണ്, അതായത് ഈ കാണുന്ന ഒരു വെള്ള പെയിൻ്റ് അടിച്ച ആ ഒരു ബിൽഡിങ്ങിന് പുറകിലായിട്ടാണ്, ബിൽഡിങ് ആ ഒരു ചെറിയ കട പോലത്തെ, അതിന് പുറകിലായിട്ടാണ് ഞങ്ങളുടെ ട്യൂഷൻ സെൻ്റർ ഒക്കെ വരുന്നത്. സത്യം പറയാമല്ലോ, അമ്മാമ്മയുടെ വീട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കാണ് പണ്ടത്തെ ആ ഒരു ഓർമ്മകളൊക്കെ നമുക്ക് വീണ്ടും ഓർമ്മ വരുന്നത്. ആ സ്കൂളിൽ പഠിച്ച സമയം ട്യൂഷൻ സെൻ്ററിൽ പോയതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെന്താ പറയുക, ചെറുതായിരുന്ന സമയത്ത് ആഗ്രഹിക്കുമായിരുന്നു കേട്ടോ വലുതായാൽ മതിയായിരുന്നു. പക്ഷെ വലുതായപ്പോഴത്തേക്ക് ആലോചിക്കുന്നുണ്ട്, അയ്യോ കൊച്ചായിട്ടിരുന്നാൽ മതിയെന്ന്. അത്രയും ഫേവറേറ്റ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഓണമൊക്കെ കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മാമ്മയുടെ വീട്ടിലെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.